ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2560 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് സ്റ്റോപ്പിനോട് തൊട്ട് ചേർന്നായി നിൽക്കുന്ന ഒരു വീടാണ്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും സമ്മർ ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്കും 2 കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. 2 വണ്ടി ഈസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്ന രീതിയിലുള്ള റോഡ് കാണാം. ഏകദേശം 5 മീറ്ററോളം വരുന്നുണ്ട്. അത് ഇന്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. 4 വീടുകളാണ് ഒരേ മോഡലിൽ ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന നല്ലൊരു CNC ഡിസൈൻ എല്ലാം കൊടുത്ത് പണിതിട്ടുള്ള ഗേറ്റ് നമുക്ക് കാണാം. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന വലിപ്പമുള്ളൊരു കാർപോർച്ച് ഏരിയയിലേക്കാണ്. 2 XUV മോഡൽ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭ്യമാണ്. നാച്ചുറൽ ഗാർഡൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ്. അത് കോമൺ കിണറാണ്. പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ഈ ഭാഗത്തെല്ലാം നല്ല നാച്ചുറൽ ഗാർഡൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഇന്റർലോക്ക് കട്ടയും ബബിൾസ് എല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള മുറ്റം ലഭ്യമാണ്. ഇവിടെയാണ് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് വരുന്നത്. അവിടെ ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന നല്ലൊരു സൈലന്റ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറിലെല്ലാം ഗ്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം കാണാൻ കഴിയും. മനോഹരമായ സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി നല്ല ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന രീതിയിൽ വിൻഡോകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി കജാരിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നല്ലൊരു പാർട്ടീഷനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ക്ലോസ്ഡ് വിൻഡോയാണ് വരുന്നത്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു വിൻഡോയാണ്. ഇവിടെയായി നല്ലൊരു കോർട്ട്യാർഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടനാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൻ്റെ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഒരു ക്രോക്കറി ഷെൽഫും നമുക്ക് കാണാൻ കഴിയും. വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. അവിടെ ഒരു ചിമ്മിനിയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോകൾ കിച്ചണിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായൊരു ബെഡ്റൂം ഇവിടെ കാണാൻ കഴിയും. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വിശാലമായൊരു ബാത്റൂം നമുക്ക് കാണാം. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ഇവിടെ കബോർഡ് വർക്ക് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും ലഭ്യമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ വരുന്നത്. വിശാലമായ ബാത്റൂമുകൾ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എല്ലാ ബെഡ്റൂമിനും വലിപ്പമുള്ള ബാത്റൂമുകൾ ലഭ്യമാണ്. നല്ല കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് നിർമ്മാണം. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. വുഡും ഇരുമ്പുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഹാൻഡിലിനായി ഗ്ലാസും വുഡുമാണ് വരാനുള്ളത്. അതിൻ്റെ വർക്ക് മാത്രമേ ഇനി പെയിൻറ്റിംഗ് ഉള്ളൂ. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഈ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലോസ്ഡ് വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. വിശാലമായൊരു ഹോള് ഒന്നാമത്തെ നിലയിൽ ലഭ്യമാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിനയറാണ് അവിടെ സീലിംഗ് വർക്കിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ല ഫ്രെയിമുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. ഇവിടെയായി ഒരു TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട പോലെ തന്നെ വിശാലമായ ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയും ലഭിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് 2020 പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിനും വലിപ്പമേറിയ വിൻഡോകൾ നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2560 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.